ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ എ ട്രിപ്പ് ടു മലയാറ്റൂർ. ഞങ്ങൾ മലയാറ്റൂർ മല വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, കയറാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം എന്തൊക്കെയാണ് ഞങ്ങളുടെ ഈ വ്ളോഗിൽ നടന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ പ്ലീസ് അതൊന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ അന്ന് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ ഒന്നല്ല പോയി, അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ കുർബാന അറ്റൻഡ് ചെയ്ത് ചൂട് കഞ്ഞി കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഒരു 1 o'clock ആകുമ്പോഴേക്കും വീട്ടിലെത്തി. അതിനുശേഷം ചോറും ഒക്കെ കഴിച്ചിട്ട് ഒരു നിയർലി 4 o'clock ഞങ്ങളിവിടെ നിന്ന് പുറപ്പെട്ടെങ്കാട്ടി മുതൽ ഞങ്ങൾ കുറച്ച് പാക്കിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പി വെള്ളം, പിന്നെ കുറച്ച് സ്നാക്സ്. അവിടെ പോയി കഴിക്കണ്ടേ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ മല കയറുമ്പോൾ എന്തായാലും നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് കരുതലിന് വേണ്ടി സ്നാക്സ് എടുത്തു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ അത് എന്ന് വെച്ചാൽ ഞാൻ ക്യാരി ചെയ്തില്ല, പക്ഷെ അതെൻ്റെ വണ്ടിയിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ചീർപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറപ്പെടുകയാണ്. പക്ഷേ പുറപ്പെടുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ വീക്ക്നെസ് അറിയാമല്ലോ, ഞാൻ മിക്കപ്പോഴും ഫോട്ടോസ് എടുക്കാറുണ്ട്. എനിക്ക് പ്രാന്തൊക്കെ തോന്നുന്ന സമയത്ത് അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ ക്ലിക്സാണിത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എടുത്താലും തീരാത്ത അത്രയും ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് കാണിച്ചു തരുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറപ്പെടാണ് ഗൈസ്. ചാച്ചാ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കാർ ഇഷ്ടമായാലോ, ഇതാണ് ഞങ്ങളുടെ കാറ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണ് ഇത് പോകേണ്ട സ്ഥലം. അപ്പോൾ നമ്മുടെ ഒപ്പം വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, ഡോറയുടെ ഒപ്പമാണ് നമ്മൾ പ്രയാണം ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ടാണ് നമ്മൾ പ്രയാണം ചെയ്യാൻ പോകുന്നത്? മലയാറ്റൂർ മലയിലേക്ക്. അപ്പോൾ ഡോറ നമ്മുടെ കൂട്ടിനൊപ്പം ഉണ്ടാവും. ഡോറ എന്ന് വെച്ചാൽ ഈ ഡോറ എനിക്ക് കുഞ്ഞുനാൾ ഗിഫ്റ്റ് കിട്ടിയതാണ്. അന്ന് തൊട്ട് ഈ കാറിലുള്ളതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടമാണ് ആ ഡോറ. നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യാനും അടിപൊളിയായിരിക്കും. പിന്നെ നോക്കൂ, ഞാനിവിടെ ഒരു പട്ടി ഷോ കാണിക്കാമെന്ന് വിചാരിക്കരുത് ഗൈസ്. എൻ്റെ മുടി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഒറ്റി വീടുണ്ടായിരുന്നു. പിന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കാല വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഉണക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ മമ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. കാരണം മമ്മിയും പപ്പയും കൂടി എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യായിരുന്നു. ആ സമയത്താണ് മമ്മിയുടെ വീഡിയോ എടുത്തത് ഞാൻ. അതാണ് അപ്പോൾ തന്നെ മമ്മി വീഡിയോ മാറ്റാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മാറ്റുകയും ചെയ്തു. അപ്പോൾ അതാണ് അവിടെ നടന്നത്. പിന്നെ നമ്മൾ കുറേ നേരം ട്രാവൽ ചെയ്തു. നമ്മൾ പാട്ടൊന്നും കേട്ടില്ല. നമ്മൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് നേരം പോകുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒരു ഓർമ്മയില്ല. കാരണം എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു അവർ പോയത്. തിരിച്ചിറങ്ങുമ്പോഴൊക്കെ നല്ല മഴ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. റെയിൻകോട്ടൊക്കെ ഇട്ടത് ഞാൻ കുഞ്ഞു പ്രായമല്ല, അപ്പോൾ എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. അതിനെപ്പറ്റി കുറേ നേരം ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരു സ്ഥലം വരെ എത്തി. നമ്മൾ മലയാറ്റൂർ മല എത്താറായി എന്നുള്ള സൂചന ഞങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ മല സൂം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കാട് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുറേ മരങ്ങളും നമുക്ക് പോണ വഴി കാണാൻ പറ്റും. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഫൈനലി മലയാറ്റൂർ മലയുടെ അവിടെ എത്തി. അപ്പോൾ ഇതാണ് മലയാറ്റൂർ മല. കുറച്ചും കൂടി ഹ്യൂജായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു പുഴ കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നല്ല ഗ്ലേസിങ് ആയിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ ലോട്ട്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കുഞ്ഞു കടകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സ്ഥലം ഞാൻ കണ്ടില്ലേ, സൺസെറ്റ്. അവിടെ ഞാൻ സൂര്യൻ അപ്പം തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഹോബിയാണ് സൺസെറ്റ് കണ്ട എപ്പോൾ നോക്കിയാലും ഫോട്ടോ എടുക്കണം. അതുകൊണ്ട് ബ്രൈറ്റ്നസ് കുറച്ചും കൂട്ടിയൊക്കെ ഞാൻ അങ്ങനെ ഒരു സീനറി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ തന്നതാണ്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിനുശേഷം പാർക്കിങ്ങിൽ ഞങ്ങൾ പോയി. പാർക്കിങ്ങിൽ നമ്മൾ വിചാരിക്കും ഫീസ് ഉണ്ടാവുമെന്ന്, പക്ഷേ ഒരാളും ഫീസ് ചോദിക്കാനൊന്നും വന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് മലയാറ്റൂർ മല കയറാനായിട്ട്. അഡ്വാൻറ്റേജ് നല്ല കാര്യമാണ്. പാർക്കിംഗ് ഫീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നടക്കുകയാണ് മലയാറ്റൂർ മലയിലേക്ക്. പക്ഷേ നിങ്ങൾ നോക്കൂ,
നമ്മുടെ ലെഫ്റ്റും റൈറ്റും സൈഡിൽ കുറേ കടകൾ കാണാം. എന്ന് വെച്ചാൽ പോപ്കോൺ, വളകൾ, മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ബജ്ജിക്കട, അങ്ങനെ കുറേ സംഭവം കാണാം. ദ തിങ് ഈസ് അവിടെ പെരുന്നാൾ എടുക്കാൻ പോവാണ്. 50 നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ അവിടെ കുറേ ആൾക്കാരുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ മുൻകൂട്ടി നേരത്തെ കുറച്ച് പോവാമെന്ന് വിചാരിച്ചത്. പക്ഷെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. നമുക്ക് കൂളായിട്ട് കയറുക ഇറങ്ങുക എന്ന ഒരു രീതിയിൽ നമുക്ക് പോകാൻ തിക്കും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഇറങ്ങാനും പറ്റി. അങ്ങനെ നമുക്ക് ഓക്കെ ഇറങ്ങാൻ പറ്റി. അത് നേരത്തെ കാര്യമാണ് പാസ്റ്റ്. പക്ഷെ ഇപ്പം നമ്മൾ പറയാം അങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് പ്ലേസ്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് പള്ളിയുടെ ഏരിയ ആണ്. അവിടുത്തെ പള്ളിയാണ് കേട്ടോ. ഞങ്ങൾ നിങ്ങൾക്കറിയില്ല, ക്രിസ്ത്യാനികൾക്ക് തന്നെ കുറേ സഭകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ സഭയല്ല. പക്ഷെ നമ്മൾ വിശ്വാസമുണ്ട്. വിശ്വാസം ഒരിക്കലും നമ്മൾ കുറയ്ക്കാൻ പാടില്ല. എല്ലാ ദൈവങ്ങളും വിശ്വസിക്കണം എന്നുള്ള പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി വിശ്വാസമുള്ളതാണ്. അപ്പോൾ അവിടെ ആ പള്ളിയുടെ ഏരിയ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എത്ര ആൾക്കാർ വന്നാലും നമുക്ക് തിങ്ങി നിറയാൻ പറ്റാത്ത അത്രയും സ്ഥലമാണ് അവിടെ ഉള്ളത്. എത്ര ആൾക്കാർക്ക് വേണ്ടി വിശ്വാസത്തോടെ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത്. പിന്നെ നോക്കൂ, ഇവിടെ ഒരു മുത്തപ്പൻ്റെ ആ ഒരു രൂപമുണ്ട്. ഞാൻ ദൂരത്തു നിന്നാണ് കാണിച്ചത്. നമ്മൾ വേറെ വഴി കൂടെയാണ് കയറാൻ വന്നത്. അതുകൂടെയാണ് കാണിച്ചു തരാണ്ടിരുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ മാതാവിൻ്റെയും മുത്തപ്പൻ്റെയും ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി, പ്രാർത്ഥിച്ചു. അവിടെ കുറേ ആൾക്കാർ, ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു, കുറേ അമ്മാമ്മയും അപ്പാപ്പന്മാരും വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് പാട്ട് പാടാണ്. നല്ല രസത്തിൽ അവർ ഒരുമിച്ച് പാട്ട് പാടുമ്പോൾ എന്ത് രസമായിരുന്നു അറിയിക്കുക. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ മെഴുതിരി കത്തിച്ചിട്ട് ഞങ്ങൾ നേരെ മല കയറാൻ പോയി. മല കയറി അവിടെ കയറാൻ പോകുമ്പോഴേക്കും പപ്പ പറഞ്ഞു സ്റ്റോപ്പ്. എന്നിട്ട് ആകാശത്തേക്ക് നോക്കൂ, ഒരു പറവ അല്ല, ഒരു കൊരങ്ങൻ. അങ്ങനെ കുറേ കുരങ്ങനുണ്ടായിരുന്നു. അപ്പം തന്നെ എൻ്റെ ക്യാമറ ഇങ്ങനെ താഴത്തോട്ട് പോയി. എനിക്ക് കുരങ്ങൻ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അതിരമ്പള്ളിയിലൊക്കെ പോയപ്പോൾ അവിടെ കുരങ്ങനുണ്ടായിരുന്നു. അവിടുത്തെ ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുരങ്ങനൊന്നും കൊടുക്കരുത്, കഴിക്കാൻ കൊടുക്കരുത്, അല്ലെങ്കിൽ അവർ നമ്മുടെ പിന്നാലെ പോവില്ല. പിന്നെ ഫോൺ വെച്ച് അവരെ ഒന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ബിക്കോസ് അവർ അത് തട്ടിപ്പറിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രാവശ്യം എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഫോണാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോണിൽ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അമ്മയുടേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഫോൺ. അപ്പോൾ അമ്മയാണ് അതിൻ്റെ വീഡിയോസ് എടുത്ത് കണ്ടില്ലേ നിങ്ങൾ, കുട്ടി കൊരങ്ങന്മാർ വരെ ചാടി ചോറി പോണത്. അച്ഛനാണെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കുഞ്ഞു തമാശകൾ പറഞ്ഞിട്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല നിരപ്പായ ഒരു സ്ഥലമാണ്, നല്ല പ്ലെയിനായിട്ട് നമുക്ക് നടന്നു പോകാം. നമുക്ക് സാധാരണ നടക്കുന്ന രീതിയിൽ തന്നെ നടക്കാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഒരു വഴികളാണ് അത്. പിന്നെ നമുക്കുള്ളത് കുറേ കല്ലുകളാണ്, സ്റ്റോൺസാണ്. അച്ഛനും അമ്മയും പറഞ്ഞത്, ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കയറിയ സമയത്ത് ഇത്രയും കല്ലുകൾ ഉണ്ടായിരുന്നില്ല. കമ്പയർ ടു ദിസ് അത് കുറച്ചും കൂടി കുറവായിരുന്നു. പക്ഷേ എനിക്ക് ഇതായിരുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കയറി ഫസ്റ്റ് സ്ഥലത്തെത്തി. ഞങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലം. ആ ഒരു ഫസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിയർലി വി ടൂക്ക് 30 minutes അല്ല 50 minutes എടുത്തിട്ടുണ്ടാവും. കാരണം എനിക്ക് ആ ഒരു ടൈമിൽ ബ്രീത്തിങ് ട്രബിൾ വന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. ഞാൻ ബാഗ് ഇട്ടിട്ടാണ് കയറിയത്. എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ അവിടെ ഇരുന്നുണ്ടാവും. എനിക്ക് ഒട്ടും പറ്റിയില്ല, ഭയങ്കര ട്രബിൾ ഉണ്ടായത്. പക്ഷെ ആ ഒരു ഫസ്റ്റ് അവിടെ എത്തുന്നവരെ മാത്രം. അതിനുശേഷം നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മളൊരു ശ്ലോകം പറയും. കയറുമ്പോൾ പൊന്നും കുരിശു മുത്തപ്പ പൊന്മല കയറ്റം, അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ പൊന്നും കുരിശു മുത്തപ്പ പൊന്മല ഇറക്കം എന്നാണ് നമ്മൾ പറയാറ്. അവിടെ തൊട്ട് ഞാൻ അത് നിർത്തിയിട്ടില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ ഞാൻ ഈ പൊന്നും കുരിശു മുത്തപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞ ആ ഒരു ശ്ലോകം ഞാൻ ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുലിമുരുകനിൽ കേട്ടിട്ടുണ്ട്. പുലിമുരുകനിൽ എന്തോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവർ എന്തോ ചന്ദനോ അങ്ങനെ എന്തോ കടത്താൻ പോകുമ്പോൾ അവരത് കുരിശിൻ്റെ രൂപത്തിലാക്കിയിട്ട് കുറച്ച് ആളുകളായിട്ട് അങ്ങനെ പോവാണ്, പോലീസിൻ്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ മോഹൻലാൽ പാടുന്നതാണ്, പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം
മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുമ്പോൾ, അങ്ങനെ ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് ഞാൻ മനസ്സിലിങ്ങനെ പാടിയാണ് ഞാൻ കയറിയത്. അങ്ങനെ കയറി നമ്മൾ ടോപ്പ് എത്തിയപ്പോൾ അത്രയും നേരം നമ്മളുടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസിൽ കാണാം. ഇതൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും കിതപ്പം, അത്രയും ആ വേർത്ത് നിൽക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. കാരണം നമുക്ക് ഒന്നും പറ്റില്ല, നമ്മൾ അങ്ങനെ ആ ഒരു നാക്കിൽ അങ്ങനെ നമ്മൾ കയറി പോകും. പിന്നെന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു കുപ്പി ഉണ്ടായാൽ മാത്രം മതി. ഓരോരോ സ്പോട്ടിലും ഇത് നമ്മൾ കയറുമ്പോൾ 14 സ്റ്റോപ്പുകളാണ് ഉള്ളത്. അപ്പോൾ 14 സ്ഥലത്തും കുടിക്കാൻ വെള്ളവും അതുപോലെ തന്നെ മുഖം കഴുകാനുള്ള വെള്ളവും ഉണ്ട്. അത് നല്ല പ്യോർ വാട്ടറാണ്, നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം. ഞാൻ കുടിച്ച് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാൻ അവിടെ മെഴുതിരി കത്തിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, വെള്ളം കുടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ ഓരോ സ്ഥലം എത്തുമ്പോഴും ഇതിങ്ങനെ പ്രോസസ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയും നമ്മൾ വേർക്കും, നമുക്കൊരു ചൂട് ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ കയറുമ്പോഴുള്ള ചൂട്, പക്ഷേ മേളിലെത്തുമ്പോഴേക്കും അത് തണുപ്പായി മാറുക. അപ്പം മുഖം വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തണുപ്പൊഴി അത് അനുഭവിക്കാൻ പറ്റും. അതൊക്കെ വെച്ചോക്കുമ്പോൾ ബോഡി ഫുള്ള് നമുക്ക് കുറച്ചത് ആശ്വാസമായിരിക്കും. ആ ഒരു റീസണിലാണ് ചെയ്തത്. അങ്ങനെ മേളിലെത്തിയപ്പോൾ ആദ്യം തന്നെ ചെയ്തത് നമുക്ക് നന്നായിട്ട് ക്ഷീണമുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സ് എടുത്ത് കഴിച്ചു, പിന്നെ വെള്ളം കുടിച്ചു. അതിനുശേഷം നേരെ പോയത് മുത്തപ്പൻ്റെ അടുത്തേക്കാണ്, മുത്തപ്പൻ്റെ രൂപക്കൂടിൻ്റെ അടുത്തേക്കാണ്. അവിടെ കണ്ടില്ലേ എന്തോരം ജനങ്ങളാണെന്നറിയും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു, അവിടുത്തെ നേർച്ച കഴിച്ചു, കുറേ നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് നേരെ പോയത് പൊന്നിൻകുരിശ് മുത്തപ്പൻ്റെ പള്ളിയിലോട്ടാണ്. അവിടെ പക്ഷേ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല, കാരണം വി വർ സോ ടയേർഡ്, അത്രയ്ക്കും ടയേർഡായിരുന്നു ഞങ്ങൾ. ഓക്കെ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ മെല്ലെ പോയുള്ളൂ. അതിനുശേഷം പക്ഷെ അത്യാവശ്യം ചെറിയ പള്ളിയാണെങ്കിലും നല്ല അടക്കം ഒതുക്കുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, നല്ല ക്യൂട്ട് പള്ളിയായിരുന്നു. അവിടെ മുത്തപ്പൻ്റെ രൂപമുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്, പിന്നെ കുരിശുണ്ടായിരുന്നു. കുഞ്ഞൊരു പള്ളി പോലെ ഏരിയ, നല്ല രസമുണ്ടായിരുന്നു. അവിടെ തന്നെ 2-3 അച്ഛന്മാരുണ്ടായിരുന്നു, അവർ കുമ്പസരിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ മാലകൾ, കൊന്തമാല ഉണ്ടായിരുന്നു, ഫോട്ടോസ് ഉണ്ടായിരുന്നു, രൂപങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് പൊന്നിൻകുരിശിൻ്റെ അങ്ങോട്ടാണ്, പൊന്നിൻകുരിശ് കാണാൻ. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മെമ്മറിയിലത് ഫീഡായിട്ടില്ല. അപ്പോൾ എനിക്ക് കാണുന്നത് ഭയങ്കര കൊതിയുള്ള ഒരു കുരിശായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഐ വാസ് ലിറ്ററലി ഷോക്ക്. എന്ന് വെച്ചാൽ ഇത്രയും എന്നെക്കാട്ടി ഉയരമുള്ള ഒരു കുരിശ് ഞാൻ ഇങ്ങനെ നമ്മൾ നോക്കണം. ഞാൻ ഇത്രയും പൊന്നിൻകുരിശ്, ഇത്രയും വലിയ പൊന്നിൻകുരിശാണ് ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ റൗണ്ട് സാധനത്തിലൊക്കെ ഉണ്ടാവില്ലേ, അയ്യോ ഇങ്ങനെ കിട്ടിയതാണ് തിരിച്ചറിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ളതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ വലിയ കുരിശൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ ഫോട്ടോസ് കണ്ടില്ലേ, ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതാണ് അവിടെ അടിയിലായിട്ട് തന്നെ നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓരോ ജനങ്ങൾ എന്ന് വെച്ചാൽ കയറി വരുന്ന ഭക്തിയുള്ള ജനങ്ങൾ അവരുടെ നേർച്ച സമർപ്പിക്കുകയാണ്. പൊരി ഉണ്ടായിരുന്നു, അരി ഉണ്ടായിരുന്നു, കുരുമുളക് ഉണ്ടായിരുന്നു. കുരുമുളക് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അന്ന് കുരുമുളക് കഴിച്ചത് ഞാൻ ആദ്യമായിട്ട് അന്നാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു നല്ല എരിവുണ്ടാവും, പക്ഷെ അധികം എരിവൊന്നും ഉണ്ടായില്ല. ഐ വാസ് ഓക്കെ വിത്ത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആന കുത്തിയ പള്ളി കാണാനാണ്. വർഷങ്ങൾക്ക് മുൻപേ ആന കുത്തിയ പള്ളിയായിരുന്നു. വെച്ചാൽ പള്ളിപ്പോൾ മുന്നിലാണ്, ഈ പുറകിലൊരു ആന കുത്തിയൊരു പ്ലേസ് ചില്ലുംകൂടിൽ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്രയും വർഷം മുമ്പ് ചവിട്ടിയ സാധനം വരെ നമുക്ക് ഇവിടെ കാണാം എന്ന ഒരു കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു അറിവ് നേടണം. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളായിട്ട് തന്നെ അത് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ആ ഒരു പള്ളിയുടെ ഏരിയ. പിന്നെ നമ്മൾ അതിന് നേരെ പിന്നെ നമ്മൾ പോയത്
തോമാസ് ശ്ലീഹയുടെ കാൽപാദം അവിടെ പതിഞ്ഞതായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തോമാസ് ശ്ലീഹയുടെ കാൽപാദമാണ് എന്ന്. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു വൈറ്റ് സർക്കിളിൽ റൗണ്ട് ചെയ്തതാണ് തോമാസ് ശ്ലീഹയുടെ കാൽപാദം. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ അത് ഭയങ്കര എന്ന് വെച്ചാൽ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു കല്ലിൻ്റെ കളർ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. വീഡിയോയിൽ എനിക്ക് എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും കാണുക. അതും നിങ്ങൾ എന്തായാലും മലയാറ്റൂർ കയറാൻ പോകണം കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് കയറാൻ പറ്റുമെന്ന്. എൻ്റെ ബോഡി എനിക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട്, വെയിറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വാസ് റിയലി ഡൗട്ട്ഫുൾ ടു എനിക്ക് കയറാൻ പറ്റുമോ അതോ ഇല്ലയോ, ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി ഇറങ്ങേണ്ടി വരുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഉണ്ടായില്ല. ഐ വാസ് റിയലി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഒരു കൊക്കയുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ എനിക്ക് ഉയരങ്ങൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗത്തോടെ പോയില്ല. ഇതെന്ന് വെച്ചാൽ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ പള്ളി, ആ പള്ളിയുടെ ഏരിയയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പോൾ പള്ളി എന്ന് വെച്ചാൽ പള്ളിയുടെ കുറച്ച് താഴെയായിട്ട്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ അമ്മ ഇറങ്ങി പോകും വെച്ചാൽ കറങ്ങി വരുന്നൊരു സംഭവമാണ്. പക്ഷെ ഞാൻ പോയില്ല, അതുകൊണ്ട് എനിക്ക് അധികം ഫെമിലിയർ അല്ല. അമ്മ അതിൻ്റെ ഈ ഒരു കയറി വരുന്ന സ്ഥലത്ത് നിന്ന് അമ്മ ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് അമ്മ സീനിയർ എടുക്കുക. എനിക്കാണെങ്കിൽ രാത്രി എനിക്ക് പേടിച്ചിട്ട് വയ്യ. ഞാൻ അതിന് കുറച്ച് നാൾ മുമ്പ് 2-3 ആഴ്ച മുമ്പ് മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്, ഫീലിംഗും ഉണ്ട്. ദൈവമേ വീഴുമോ ഒന്ന് പ്രാർത്ഥിച്ച് മുത്തപ്പനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അവിടെ. അമ്മ വീഴല്ലേ ആ ഇതുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് മോർണിംഗ് പോവുകയാണെങ്കിൽ ആ സീനറി കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ് ഒന്നും കാണാതിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ താഴത്തോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ വീഡിയോ എടുത്തില്ല. കാരണം കയറിനെക്കാട്ടി ബുദ്ധിമുട്ട് താഴത്തോട്ട് ഇറങ്ങുമ്പോഴാണ്. പക്ഷെ അധികം സമയം എടുത്തില്ല കേട്ടോ താഴത്തേക്ക് ഇറങ്ങാൻ. വി ടുക്ക് 1 hour ഇറങ്ങാനായിട്ട് 1 hour എടുത്തു. കയറുമ്പോൾ 1 hour 45 minutes എടുത്തു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ എങ്ങാനും തലകുത്തി വീണ എനിക്ക് പിന്നെ എണീക്കാൻ പറ്റില്ല എന്നറിയാം. ബെഡിൽ നിന്ന് എനിക്ക് എണീക്കാൻ പറ്റില്ലെന്ന് ഷുവറാണ്. അങ്ങനെ ദൈവമേ ഞാൻ നിർത്തിയിട്ടില്ല വാചകം. അമ്മ എങ്ങാനും ഇടയ്ക്ക് വന്നിട്ട് അവരെവിടേക്കോ പോയി, ഞാൻ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ വരരുത്. എനിക്ക് പേടിയെന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും ഇങ്ങനെ പിടിച്ചു തന്നാൽ എനിക്ക് അവരെ കൂടി നോക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ രീതി നോക്കി. പപ്പ പറഞ്ഞു, പപ്പ ഇങ്ങനെ ട്രക്കിങ് പോലെ പോവായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് അധികം പേരൊന്നും ഉണ്ടായില്ല. ഫുൾ സ്പീഡായിരുന്നു പപ്പയ്ക്ക്. കയറ്റം കയറി പോവുക, ട്രക്കിങ് പോലെ. പപ്പ ഹി വാസ് എൻജോയിങ് ദാറ്റ്. എനിക്ക് പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൊന്നുകുരിശ് മുത്തപ്പ പൊന്മല ഇറങ്ങണ വരെ ഞാൻ നിർത്തിയിട്ടില്ല. ഇങ്ങനെ ഇറങ്ങി മെല്ലെ ഇറങ്ങി പോയി. ഓരോ കല്ലും മെല്ലെ പപ്പ കുഞ്ഞു ട്രിക്സ് പറഞ്ഞു തന്നിട്ട് അത് വെച്ച് ഞാനിങ്ങനെ മെല്ലെ ഇറങ്ങി. അവസാനം ഞങ്ങൾ എത്തിയത് അടിയിലോട്ട്, സ്റ്റീപ്പായ ഏരിയയിലോട്ട്. കഴിയില്ലേ, ഇതാണ് വീഡിയോ. അതിൻ്റെ ഞാൻ വേർത്ത് കുളിച്ചു. എനിക്ക് അതിന് മുന്നേ ഒരു വടി കിട്ടിയിട്ടുണ്ടായിരുന്നു. വടി കുത്തി നടക്കാൻ എന്ന് വെച്ചാൽ എല്ലാവരും കുത്തി നടക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഒരു മരത്തിൻ്റെ വടി ഉണ്ടായിരുന്നു. അവൻ കുത്തിയാണെന്ന് നടക്കണ്ടാതെ. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് കുറച്ച് നേരം കുത്തി നടന്നു. എന്നിട്ട് അവിടെ വെച്ചു. അതിന് ശേഷമുള്ള വീഡിയോ ആണിത്. കണ്ടില്ലേ, കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഇനിയും ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ തോട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഒരു ഫസ്റ്റ് തിങ് ഞാൻ കയറി ഇറങ്ങുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് പൊന്നുകുരിശ് കാണാനുള്ള ഒരു അവസരം കിട്ടി, മുത്തപ്പനെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അതിനെ വലിയ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ പിന്നെയും കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് റിയലി ഇമാജിനിങ് ദാറ്റ് എന്താണ് അവർ എപ്പോൾ ഇറങ്ങും തിരിച്ച്. എന്നുവെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയത് ഒരു 11 o'clock ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അത്ര ഇറങ്ങുന്നതിൻ്റെയും കയറുന്നതിൻ്റെയും ടൈം മാത്രമേ ഞാൻ മെഷർ ചെയ്തിട്ടുള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്ത ടൈമൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 11 o'clock ആയപ്പോഴാണ് തിരിച്ച് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇരുന്നു.
കുറച്ചേരം ഇരുന്നു. അപ്പോൾ അവിടുത്തെ എനിക്കാണെങ്കിൽ കാലിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കല്ല് എനിക്ക് പിറ്റേ ദിവസം പെയിനൊന്നും ഉണ്ടായില്ല, പക്ഷെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പോയിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ ചേച്ചിയായാലും മോളെ എന്തെങ്കിലും വേണോ, വെള്ളം വേണോ, ഞാൻ ചിന്തിക്കുന്നില്ല അസുഖമുണ്ടായിട്ടാണോ ചേച്ചി പറയാനും പറയുന്നത്. വെള്ളം വേണോ മോളെ, എന്തെങ്കിലും പറ്റിയോ മോളെ, കാല് നോക്കട്ടെ. ഞാൻ ശരിക്കും ടെൻഷൻ ഞാൻ ഒന്നുമില്ല, അത് കല്ലിച്ച് തന്നത് അത് ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വി വാസ് സോ ടയേർഡ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ ഭയങ്കര റെസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ മമ്മി എന്തൊക്കെയോ കഴിച്ചു, ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ കൊന്ത വാങ്ങിച്ചു. ഇതാ എൻ്റെ കൊന്ത ഞാൻ ഇവിടെ തിരുമേനിക്ക് ഇട്ട് വെച്ചായിരുന്നു കണ്ടോ. ഇതായിരുന്നു കൊന്ത. ഇതാണ് കൊന്ത. അപ്പം ഞങ്ങളുടെ സഭയിൽ എന്ന് വെച്ചാൽ കൊന്തൊന്നും ഇടാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷെ ചിലപ്പോൾ രാത്രികളിൽ ഞാൻ ഇടാറുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും ഇങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഇടാത്തതാണ്. അപ്പോൾ മോനാണെങ്കിലും ഇത് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാതാവിൻ്റെയും പെരുമൽ തിരുമേനിയുടെയും മുന്നിലൊക്കെയാണ് വയ്ക്കാറ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇടാത്തത്. പിന്നെ അപ്പോൾ അത്ര ആയെന്നുള്ളൂ ഞങ്ങളുടെ. പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഒരു 1:30 ഒക്കെ ആയി. എന്നാലും ഞങ്ങളുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഭയങ്കര ടയർഡായിരുന്നു. എനിക്കും പറ്റുന്നില്ല, മമ്മിക്കും പറ്റുന്നില്ല, ആർക്കും പറ്റില്ല. പിന്നെ കുളിച്ചു ഡ്രസ്സ് മാറി പിന്നെ നേരെ കിടന്ന് ഉറങ്ങി. അങ്ങനെ പിന്നെ ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ ഒരു വേനയും ഉണ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ വേനേ ഉണ്ടായിരുന്നില്ല, പക്ഷെ കുഞ്ഞു കാല് വേന ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് ഓട്ടോയിലൊക്കെ വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇതായിരുന്നു. എന്താണെന്ന് നടന്നതെന്നുള്ള സംഭവങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹം തോന്നണം മലയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോവുക, ആ ആഗ്രഹം സഫലമാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ ബൈ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്.